ആ പിള്ളേരെ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിന്ന് വർക്ക് സംബന്ധമായിട്ട് തെങ്കാശി വരെ ബൈക്കിൽ പോകാൻ പോവാണ്. അപ്പം അവൻ വരുന്നില്ല. വരുന്നുണ്ടോടാ നീ? ഞാനില്ല. ഇവൻ്റെ ഒരു ചേട്ടനായിട്ടാണ് പോകുന്നത്. കൂട്ടുകാരനല്ല, മുതലാളിയായിട്ട് നമ്മൾ തെങ്കാശി വരെ ബൈക്കിൽ പോവാണ്. അപ്പോൾ പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ സെറ്റപ്പൊക്കെ കാണും. അത് കണ്ടുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടൊക്കെ പോയിട്ട് വരാം. ഉറക്കപ്പിച്ചായതുകൊണ്ട് ഇങ്ങനെയൊക്കെ. അപ്പം കാണാം. അപ്പോൾ പിള്ളേരെ നമ്മൾ യാത്ര ചെയ്ത് വണ്ടി ഓടിച്ച് നമ്മളിത് ഇപ്പോൾ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയത്തില്ല, പോകുന്ന വഴി തന്നെയാണ്. നല്ലൊരു വൈബാണ്. കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ, നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ സൂര്യനെ നോക്കി ഇറങ്ങിയത്, പക്ഷേ സൂര്യനെയൊന്നും കണ്ടില്ല. സൂര്യൻ കിഴക്ക് ചക്രവാളത്തിയൊക്കെ ഉദിച്ചിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല സൂര്യനെ. നോക്കുന്നുണ്ട്, കണ്ട കാണാൻ പറ്റുന്നില്ല സൂര്യനെ. പക്ഷേ ഈ സ്ഥലം കണ്ട നല്ല വൈബ് മൂടാണ് ഈ സ്ഥലം. വേറൊരു മൂഡ്, അമ്പലവും കളത്തൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ചെക്കനായിട്ട് നമ്മളിന്ന് വന്നേക്കുന്നത്. എന്ത് പറയാനുള്ളത്? നല്ല മൂടല്ലേ, അടിപൊളി. രാവിലെയൊക്കെ ഇറങ്ങിയാലേ നമുക്ക് ഈ ഫീല് കിട്ടത്തുള്ളൂ. അത് തന്നെ. വെളുപ്പിനെ ഞങ്ങൾ ഇറങ്ങിയതാണ്, ഒരു 5 മണിയൊക്കെ ആയി. വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊന്നും കിട്ടത്തില്ല. പുറത്തോട്ട് ഇറങ്ങുക, എല്ലാരും വീട് വിട്ടിറങ്ങിയാലേ ഇനിയിപ്പോ പോണ വഴിക്ക് നല്ല കിടിലൻ കാഴ്ചകളൊക്കെ കാണാം. പോയിട്ട് നമുക്ക് കാണാൻ പോകുന്ന വഴിക്ക് ഓരോന്നൊക്കെ കാണാം. ഇങ്ങനെ ഓരോ സ്പോട്ട് കണ്ടോണ്ട് നിർത്തിയത്. പുള്ളി വരുന്നുണ്ട്, സൂര്യൻ. പുള്ളി അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ വരുന്നുണ്ട്. പുള്ളിനെ കാണിക്കാനാണ് മെയിനായിട്ട് ഞാൻ നോക്കിയത്. ഇത്ര നേരം വീഡിയോ ഒക്കെ ചെയ്യാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുകയാണ്, പിന്നെ പോരാഞ്ഞിട്ട് ഡാർക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാഞ്ഞത് കൂടുതലും. നമ്മൾ അത്യാവശ്യം നല്ലൊരു വൈബാണ്. നമുക്കിനി തമിഴ്നാട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നിട്ട് വേണം ബാക്കി ഞാൻ കാണിച്ചു തരുന്നത്. സൂര്യനെ കണ്ട എന്ത് ബ്യൂട്ടിയാണ് നോക്കി. നല്ലൊരു അന്തരീക്ഷവും നല്ലൊരു കാലാവസ്ഥയാണ്, അടിപൊളിയാണ്. ഈ മൂഡിലൊക്കെ വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ്. പിന്നെ നമ്മുടെ അറിയാമല്ലോ, കേരളം പിന്നെ അടിപൊളിയാണ്. ഒന്നാമത്തെ കാര്യം നോക്കുവാണെങ്കിൽ സൂര്യൻ്റെ ജ്വലിക്കുന്നു കണ്ട. ഈ വളവ് വളഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അതിമനോഹരമായ കാഴ്ച ഞാൻ കാണുന്നു. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴി ബാക്കിയെല്ലാം കാണാം. പിന്നെ മെയിനായിട്ട് നമ്മൾ ലക്ഷ്യം വെച്ചേക്കുന്ന സ്ഥലം തെങ്കാശിയാണ്. തെങ്കാശി പട്ടണത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴി നല്ല അടിപൊളി പ്രകാശവും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. ഇല്ലാണ്ടോ സൂര്യപ്രകാശം അടിച്ചിട്ട് ഫോട്ടോക്കനെ നല്ല പൊളിയായിട്ടാണ് കാണുന്നത്. നല്ലൊരു കാലാവസ്ഥ അടിപൊളിയാണ്. പിന്നെ പോകുന്ന വഴിയെ കാഴ്ച അടിപൊളിയാണ്. എല്ലാം കൊണ്ടും പക്കയാണ്. നല്ല രസമുണ്ട്. വണ്ടി ഓടിക്കാനാണെങ്കിലും നല്ല രസമുണ്ട്. എല്ലാം കാണാനും നല്ല രസമുണ്ട്. ചെയ്യണ്ട പ്രകൃതിയുടെ ഓരോ ഭംഗി, ആഹാ അടിപൊളി. ഓരോ പടി നമ്മൾ കയറി ചെല്ലുന്തോറും പ്രകൃതി നമ്മളെ ഓരോ കാര്യത്തിലോട്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കണ്ടിട്ട് തന്നെ, ഈ റൂട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്, എന്നാലും ഇത് കണ്ടിട്ട് തന്നെ അങ്ങോട്ട് മടുക്കുന്നില്ല ഒന്നും. വണ്ടി ഓടിച്ചിട്ടാണെങ്കിൽ നമുക്കൊന്നും മടുക്കുന്നൊന്നുമില്ല. ഈ കാഴ്ച തന്നെ കണ്ടില്ല. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിനും ശരീരത്തിലുള്ള ഇന്നർ സോളുണ്ടല്ലോ, അതിന് വരെ സമാധാനം കിട്ടുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എന്തൊരു സുഖമാണ്. ഭയങ്കര നല്ലൊരു കാലാവസ്ഥയും ഇത് കണ്ടില്ലേ, നല്ലൊരു ക്ലൈമറ്റും. വേറെ എവിടെയും പോകണ്ട, ഇവിടോട്ട് തന്നെ വന്നാൽ മതി. കേരളത്തിൽ തന്നെ ഇതിനെല്ലാം പറ്റിയ സ്ഥലമുണ്ട്. പിന്നെ നമ്മളിത് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ആ കാണുന്ന മലയൊക്കെ തെന്മലയാണ്. നമ്മൾ തെങ്കാശി റൂട്ടിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തെങ്കാശിയിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ റോഡിൽ കാണുന്ന ഓരോ സാധനത്തിനും ഭയങ്കര ഭംഗി. ഇതുണ്ട്, ഈ റോഡിൽ കാണുന്ന ഓരോ സാധനത്തിനും ഓരോ നല്ല ഭംഗി. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി വന്നാലുള്ള ചില ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു ഹെവൻ കണക്കത്തെ സ്ഥലത്ത് കൊണ്ടിടും. ചിലപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കുണ്ടിലും കുഴിയിലും കൊണ്ടിടും. ഇത് കണ്ട നല്ല അടിപൊളി ഒരു റൂട്ടാണ്. ചെക്ക് പോസ്റ്റ് എന്തോ സെറ്റപ്പാന്ന് തോന്നുന്നു കണ്ടിട്ട്. ചെക്ക് പോസ്റ്റ് അത് തന്നെ. ഈ ചെക്ക് പോസ്റ്റ് കടക്കാൻ പറ്റുമോ നോക്കാം. ഇത് കണ്ട സ്ഥലം കണ്ടോ, റബ്ബറിൻ്റെ തോട്ടത്തിൻ്റെ.
ഫോട്ടോ സ്ഥലത്തോട്ട് നേരെ 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 എന്തോ ഒരു ചെക്ക് പോസ്റ്റ് കടന്നു പോയത് കട്ടിയോ ഇല്ല ഇല്ല എന്തോ ഒരു ചെക്ക് പോസ്റ്റാണ് കടന്നു പോയത് ഇതിൻ്റെയാണെന്ന് അറിയത്തില്ല. വാഹനങ്ങളൊക്കെ നിർത്താൻ പറഞ്ഞായിരുന്നു, നമ്മള് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല, അതുകൊണ്ട് നമ്മൾ നേരെ പോയി. നമ്മൾ ഇപ്പോൾ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. ഇതുണ്ട് വഴി തന്നെ നല്ല എനിക്കൊന്നും ഇവിടെ ഒന്നും വലിയ സെറ്റപ്പായിട്ടില്ല റോഡൊന്നും. ഇത് വേറെ സെറ്റപ്പാണെന്ന് എനിക്ക് തോന്നുന്ന സംഭവം. റോഡൊക്കെ ഉണ്ട്. ഈ ഗൂഗിൾ മാപ്പ് ഇടുമ്പോഴേ നമ്മള് നൈസായിട്ട് ബൈക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വഴി കൂടെ ഒക്കെ പോവാം. കാർ ഇടുവാണെങ്കിൽ നമുക്ക് മെയിൻ റോഡിൽ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമുക്ക് നല്ല നേട്ടം ഉണ്ടായിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മാപ്പ് ഇട്ടുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നു. ഇതുകൊണ്ട് ഇവിടെ ഒന്നും വലുതായിട്ട് റോഡൊന്നും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർ ഡെവലപ്പ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. എനിക്ക് നല്ല അടിപൊളി പക്ഷേ സംഭവം കാണാൻ സഞ്ചരിക്കാൻ പാടാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. കണ്ണിന് കാണാൻ നല്ല രസമുണ്ട്. നോക്കിയാൽ മൊത്തം റബ്ബറും തോട്ടവും വഴിയൊക്കെ ആണെങ്കിലും പഴയ നമ്മുടെ ഒരു വഴി സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇച്ചിരി കൂടെ പോയാൽ നമ്മൾ തമിഴ്നാട് എത്തൂലാണ്. ഇച്ചിരി കൂടെ പോയാൽ ഞങ്ങൾ തമിഴ്നാട്ടിലോട്ട് എത്തും. എനിക്ക് തോന്നി ഇനി തമിഴ്നാട് ഏരിയ ആയതുകൊണ്ടാണ് ഇവർ ഈ റോഡ് റെഡിയാക്കാത്തതെന്ന് അറിയത്തില്ല. കണ്ടോ ഫുള്ള് റബ്ബറും. എനിക്കൊന്ന് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ പരിപാടി റബ്ബറാണെന്ന് തോന്നുന്നു. റബ്ബറാണ് ഫുള്ള്. നോക്കിയേ പോകുന്ന വഴിയെല്ലാം അടിപൊളിയാണ്. അത് കണ്ടോ കൃഷി ഇല്ലാതെ കിടക്കുന്ന സ്ഥലം കാണാനും ഭയങ്കര രസമാണ്. താഴത്തോട്ടൊക്കെ നിറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോ വരുന്നുണ്ട്. ആൾക്കാരൊക്കെ നമ്മൾ നോക്കും ഉമ്മാരേതാ ഇങ്ങനത്തെയൊക്കെ നോട്ടോ ആയിക്കോളും. എന്തായാലും സംഭവം കൊള്ളാം. വന്നത് എന്തായാലും നമ്മളിപ്പോൾ സൈറ്റ് വിസിറ്റിനാണ് പോകുന്നതെങ്കിലും നമുക്കിതെല്ലാം ഒരു നേട്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാഴ്ചകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കാണാൻ പറ്റുന്നതൊക്കെ ഭയങ്കര കാര്യമാണ്. വേണ്ടോ കണ്ടിട്ടും എനിക്ക് അങ്ങോട്ട് തീരുന്നില്ല ഇത്. ഗൂഗിൾ മാപ്പിന് എടാ ചില കാര്യത്തിന് ഗൂഗിൾ മാപ്പിനോട് നന്ദി പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്നുണ്ട്. നോക്കി എന്തൊരു ഭംഗിയാണ് എൻ്റെ അമ്മോ. നിങ്ങൾ ഈ വ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. കയറി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ കണ്ട കാഴ്ച എൻ്റെ അമ്മേ ഒരു രക്ഷയില്ല, അന്യായം. ഇതേതോ ഒരു റബ്ബറിൻ്റെ ഇത് എസ്റ്റേറ്റാണ്, അത് പ്ലാന്റേഷനാണ്, എന്ത് സെറ്റപ്പാണെന്ന് അറിയത്തില്ല. ഫുള്ള് റബ്ബറും തോട്ടവും മൊത്തം. ഇതുണ്ട് വണ്ടി ഓടിച്ച് കയറി വന്നപ്പോഴത്തേക്കും കണ്ടൊരു കാഴ്ച ഇത് കണ്ട്. എൻ്റെ പൊന്നോ അത് തന്നെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും കാണുമല്ലോ സാമൂഹ്യ വിരുദ്ധന്മാർ. പാടക്കാൻ അടിയാണെന്ന് തോന്നി ഇവിടെ. ഇത് കണ്ട് മൊത്തം ബിയറും കുപ്പിയും കാര്യങ്ങളൊക്കെ മൊത്തം. ദൈവത്തിനെ നേരിട്ട് കാണുവാണെങ്കിൽ ചോദിക്കണം നിങ്ങൾ എന്തോ ഈ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന്. ഇത് കണ്ടില്ലേ ഈ ചെറിയ കാര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ, ഈ ചെറിയ കാഴ്ച കണ്ടപ്പോൾ തന്നെ കിളി മാറി. അപ്പോൾ ഇനി പുള്ളി വേറെ പല സ്ഥലത്തും പലതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതിന് ഇനി എന്ത് തോന്നും. ഒരു രക്ഷയും ഇല്ല. ഇതിനപ്പുറം തമിഴ്നാടാണ്. നമ്മൾ തമിഴ്നാട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പക്ഷേ ഒന്നും പറയാനില്ല. എനിക്കിത് കണ്ടിട്ടാണെങ്കിൽ സഹിക്കാനും പറ്റുന്നില്ല. ഇതിൽ കൂടെ കാണുന്ന കണക്കല്ല, കണ്ണിൽ കൂടെ കാണുമ്പോൾ വേറൊരു കാഴ്ചയ്ക്ക് വേറൊരു അനുഭൂതിയാണ്, ഒരു സുഖമാണ്. നോക്കി എന്തുവാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. ഇങ്ങനെയുള്ള ഹിഡൻ പ്ലേസുകളൊക്കെ ഒരുപാടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലെ. ഇപ്പം നമ്മളിങ്ങനെ വഴിതെറ്റി വന്നുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ഇപ്പോൾ ഇവിടെ എത്തിയത്. അത് തന്നെ വഴിതെറ്റി കയറി വന്നതാണ്. അവിടെ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ നമ്മളെയൊക്കെ നോക്കി എന്നൊക്കെ പറഞ്ഞൊരു നോട്ടമൊക്കെ നോക്കി. ഇതൊക്കെ ചെറുതാണ്, ഇനി പോകാൻ കിടക്കുന്നുള്ളതുകൊണ്ട് ഇനി ഓരോന്ന് കാണുമ്പോൾ കണ്ണ് തള്ളിക്കൊണ്ട്. ഇതുവരെ കേരളം കഴിഞ്ഞിട്ടില്ല. അത് തന്നെ ഇത് കൊല്ലം. ഇവിടെ സഹിക്കാൻ പറ്റാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒടുക്കത്തെ തണുപ്പുമാണ്, കാറ്റുമാണ്. ഭയങ്കര കാറ്റ്. എഴുതണ്ട കാറ്റിൻ്റെ അയ്യൊരു പരിപാടിയാണ്. പിന്നെ ഇവിടെ എന്തോ വോളിബോളും ഫുട്ബോളൊക്കെ കളിക്കുന്നതാണെന്ന് തോന്നുന്നു. ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് തന്നെ വെസ്റ്റേൺ ഗട്ട്സ് ആണ് നമ്മുടെ ഏറ്റവും ഭംഗിയുള്ള ഏരിയ. ആ വെസ്റ്റേൺ ഗട്ട്സിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിലൊക്കെ വേറെ എവിടെയും പോകണ്ട, കേരളത്തിൽ എല്ലാ സാധനവും. അത് തന്നെ സ്ഥലം വേറെ മൂടാണ്. ഇതിൽ കൂടുതൽ എന്ത് പറയാൻ, ഇത് പറയാനൊന്നും ഇല്ല, കണ്ടു തന്നെ അനുഭവിക്കണം. ആ
കാണുന്നതാണ് നമ്മളിത് തെന്മല ഡാമിൻ്റെ അടുത്തെത്തി. തെന്മല ഡാമിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ കാണുന്നതാണ് തെന്മല ഡാം. അടിപൊളി. നമ്മൾ വർക്കിൻ്റെ സൈറ്റ് നോക്കാൻ വന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ എവിടെയൊക്കെ ഒന്നും പോകാത്തത്. നമ്മൾ സൈറ്റ് നോക്കാൻ വേണ്ടി വന്നതാണ്, വർക്കിൻ്റെ സൈറ്റ് വിസിറ്റിങ്ങിന് വേണ്ടി വന്നതാണ്. സൈറ്റ് വിസിറ്റ് വന്നാലും വന്നതുകൊണ്ടൊരു ഗുണമുണ്ട്, ഇങ്ങനത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. ഞാൻ ആദ്യമായിട്ടാണ് തെന്മല ഡാമിൻ്റെ അടുത്തൊക്കെ വരുന്നത്. തെന്മലയിലോട്ട് തന്നെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതൊക്കെ ഉണ്ട്, ഇത് രക്ഷയില്ല. അപ്പോൾ പിള്ളേരെ നമ്മുടെ പുറകിലൊരു ഐറ്റം കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ടണലാണ്. എന്ന് വെച്ചാൽ റെയിൽവേ ടണലില്ലേ, ചെങ്കോട്ട. ഇതാണ് ആ കാണുന്ന. പല സിനിമകളിലും ഫേമസ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ ട്രെയിനിൽ വന്നിരുന്നെങ്കിൽ ഈ സാധനം മൊത്തം ഇത് കാണാൻ പറ്റിയാണ്. ട്രെയിനിലാണ് വന്നിരുന്നെങ്കിൽ നമുക്ക് ട്രെയിൻ വരാവുന്നതുകൊണ്ട് നമ്മൾ ബൈക്കിൽ വന്നതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ വെളിയിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പിനും കാര്യങ്ങൾക്കും വന്നതൊന്നും അല്ലല്ലോ, നമ്മൾ ഈ സൈറ്റ് വിസിറ്റിന് പോകുന്നതുകൊണ്ട് മാത്രമാണ്. ഇല്ലേ പിന്നെ ഇവിടെ ഇഷ്ടം പോലെ കാണാനുള്ള പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ട്രിപ്പ് ബേസ് ചെയ്ത് വന്നിരുന്നെങ്കിൽ നമുക്ക് കാണാനൊക്കെ പറ്റിയാണ്. പിന്നെ പോരാത്തതിന് അവനൊന്നും ഇല്ല. അവനാണെങ്കിൽ ഞാൻ ഇങ്ങനെ സൈറ്റ് വിസിറ്റിനും കാര്യത്തിനും പോകുന്നതുകൊണ്ട് അവനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ട്രിപ്പ് മൂഡായിട്ടൊരു ദിവസം വരണം ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനുള്ള സംഭവം എല്ലാം ഉണ്ട് ഇവിടെ. തെന്മല ഡാം, എക്കോ ടൂറിസം, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അക്വേറിയം, മത്സ്യബെഡിൻ്റെ, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് കാണാൻ. പിന്നെ ഇത് തന്നെ കണ്ടില്ല, ഇത് ഒരു ഐറ്റമാണ്. ഇത് പല സിനിമകളിലും ഫേമസ് ആയിട്ടുള്ളൊരു തുരങ്കപാതയാണ്, റെയിൽവേയുടെ തുരങ്കപാതയാണ്. നമ്മുടെ ഹൈവേയിൽ പറയുകയാണെങ്കിൽ കുതിരാനുണ്ട്, റോഡിൽ കൂടെ പോകുമ്പോൾ കാണാനുള്ളത് കുതിര. അത് കണക്കത്തെ തുരങ്കപാതയാണ് റെയിൽവേ നിർമ്മിച്ചിരിക്കുന്ന തുരങ്കപാതയാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് നമ്മുടെ ലക്ഷ്യസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അത് കണക്കത്തെ ഒരു സംഭവമാണ്. ഒരു IT കമ്പനിയിലോട്ടാണ് നമ്മൾ വന്നേക്കുന്നത് വർക്കിൻ്റെ കാര്യത്തിനൊക്കെ. ഇത് കണ്ട, ഇവിടുത്തെ വർക്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. എങ്ങനെ ചെയ്യുമെന്നാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. വർക്കെന്ന് പറഞ്ഞാൽ കണ്ടമാനം വർക്കാണ്. ഒരു 3 മാസത്തോട് കേരളത്തിലേക്ക് വരത്തില്ല. അത് തന്നെ, തമിഴ്നാട്ടിൽ മാത്രം കിടക്കേണ്ടി വരും. അതാണക്കത്തെ വർക്ക്. കണ്ണ് കുളിർക്കെ എല്ലാവരും കണ്ടോളും. അത് ഓഫീസാണ്, IT പ്രൊഫഷണൽ പിള്ളേരുടെ പരിപാടി നടക്കുന്ന സ്ഥലമാണ്. ഇനി ഇവിടെ അങ്ങനെ കുത്തിയിരുന്ന് ആലോചിക്കാം. എന്നെ കമ്പനിയിലെടുത്ത് ഇത് കണ്ടത് സംഭവമൊക്കെ തന്നിട്ടുണ്ട്, മെയിനാക്കിയിട്ടുണ്ട് നമ്മളെ. ഇനി ഇത് കഴിഞ്ഞ് ഇവിടുന്ന് നൈസായിട്ട് ഇറങ്ങിയിട്ട് വേണം വല്ലതും കഴിക്കാൻ. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ കുറച്ച് സ്പോട്ടൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ നമ്മുടെ IT കമ്പനിയുടെ അടുത്ത് തന്നെയുള്ള സ്ഥലത്ത് കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ ബിരിയാണിയാണ് കഴിക്കാൻ പോകുന്നത്. ബിരിയാണി തെങ്കാശി, നല്ല തെങ്കാശി ബിരിയാണി. എന്ത് ബിരിയാണി? നല്ല വാഴയിലയിൽ തെങ്കാശി ബിരിയാണി. വാഴയില ഇങ്ങനെ എടുക്കുന്നു, വെക്കുന്നു, അങ്ങനെ ബിരിയാണി കൊണ്ടുവരുന്നു, അത് കഴിക്കുന്നു. എന്നിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു. അപ്പോൾ ബിരിയാണി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റിംഗ് ഫോർ ബിരിയാണി. കഴിക്കാൻ ബിരിയാണി വന്നിട്ടുണ്ട്. ബിരിയാണിയും സലാഡും. ചിക്കൻ ബിരിയാണി സലാഡ് വന്നു. അപ്പം നമുക്കിനി ഇതെല്ലാം കൂടെ തട്ടാം. അച്ചാറ് വന്നു, സലാഡ്, അച്ചാറ്. നീ എന്തുവാ ഉള്ളതായിരുന്നു? ബ്ലോഗറാ? ഇங்கே വർക്കിൻ്റെ தான் வந்து IT கம்பெனி. ഗ്രേവി இருக்கா? കുറച്ച് ഗ്രേവിയൊക്കെ ഒഴിച്ച് നമുക്ക് തമിഴ്നാട്ടിൽ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് സെറ്റാം. ഇതിനകത്ത് മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനാണ് ഇതിനകത്ത് മെയിൻ. അതുകൊണ്ട് ഇതിനെ ചിക്കൻ ബിരിയാണി എന്ന് വിളിക്കുന്നു. ചിക്കൻ ബിരിയാണി എന്ന് വിളിക്കും. ഇതിനകത്ത് ഇതൊക്കെ ഉണ്ട്, അത് തന്നെ ഓലയൊക്കെ ഉണ്ട്. ഇതിനകത്ത് എന്തൊക്കെ ഇട്ടിട്ടുണ്ട്, സുഗന്ധ ദ്രവ്യങ്ങളായിരിക്കും. പിന്നെ കമന്റ് ചെയ്യുന്നു, അത് തന്നെ അറിയാവുന്നൊരു കമന്റ്.
ദേവി ഫുഡെല്ലാം കഴിച്ചിട്ട് സംഭവങ്ങളാണ് രസമുണ്ട്. നമ്മളവിടുത്തെ ബിരിയാണി കണക്കല്ല, ഇച്ചിരി വ്യത്യാസമുണ്ട് ബിരിയാണി അല്ല. അത് മൊത്തം കൂടെ ഇവർ ഫുള്ളായിട്ടാണ് ഉണ്ടാക്കുന്നത്, ദമ്മല്ലല്ലോ. ദമ്മല്ല, ചിക്കൻ കറി കണക്ക് ഇതാക്കി കുഴച്ച് ഉള്ള സെറ്റപ്പ്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് കാണാം. ഓക്കെ, നമ്മൾ വീഡിയോ ഒക്കെ അവസാനിപ്പിച്ചായിരുന്നു. പക്ഷേ ഈ വെള്ളച്ചാട്ടം കണ്ടിട്ട് കുളിക്കാതെ പോകാൻ തോന്നുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒന്ന് കിടന്ന് കുളിച്ചേക്കാം, കുളിച്ചിട്ട് പോയേക്കാം, അതായിരിക്കും നല്ലത്. അണ്ടാടാദ്യം വരെ വെള്ളം അടിച്ച് കയറി. ഓറായിട്ട് നമ്മൾ എന്തായാലും കോപ്പറയുടെ ചാർജ് തീരാറായി, പിന്നെ കുളിച്ചിട്ട് കൂടെ പോയേക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലൈഫ്. എൻജോയ് ചെയ്യാൻ പറ്റിയ സമയത്ത് എൻജോയ് ചെയ്യുക. ഷഡിട്ടുണ്ടിരിക്കും നൂട്, അതൊന്നും കാണിക്കത്തില്ല. അപ്പോൾ മേളിൽ എന്താണ്ടൊക്കെ വീഴുന്നുണ്ട്, ഇനി മരവിളകി വീഴുമെന്ന് ആർക്കറിയാം. അപ്പോൾ ശരിയെന്നാ വീഡിയോ അതിൻ്റെ ചെയ്യാൻ പോവാം. എന്തായാലും വീഡിയോ നിർത്തിയാണ്, ഒന്നും കൂടെ നിർത്തിയേക്കാം. അപ്പോൾ ശരിയെന്നാ, അടിപൊളി. ഓ വെരി ഗുഡ്, ശരിയെന്നാ. ഒഴുകി പോവാണ്. ശരിയെന്നാ, ബൈ ബൈ. ഓക്കെ, എൻജോയ് ലൈഫ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്കൊരു വിറ്റുണ്ട്. നമ്മുടെ തോർത്തൊന്നുമില്ലല്ലോ, നമ്മൾ ഷഡ് ചെയ്ത് നമ്മൾ പിഴിയണം. അതിന് നമുക്ക് ഉടുക്കാൻ വേറെ തുണിയൊന്നുമില്ല. എൻ്റെ ഉണ്ട്, ഞാനാണെങ്കിൽ എൻ്റെ ഷർട്ട് എടുത്ത് സെറ്റ് ചെയ്ത്. ഇത് കണ്ട് ആദിവാസിയെ കണക്ക് ഇരിക്കുന്നുണ്ട്. എന്താ പൊന്നെ, ഇതൊക്കെയാണ്. പക്ഷേ എൻജോയ് ആണ് ലൈഫ്, എൻജോയ് ചെയ്യണം ലൈഫ്, എന്തായാലും എൻജോയ് ചെയ്യണം. ഇതൊക്കെ എൻജോയ് ചെയ്യാനുള്ളത്. കണ്ട അപ്പൊക്കെ ഇറങ്ങിയേക്കണം, പിന്നെ വേറെ രണ്ടാമതൊരു ചിന്താഗതി ഇല്ല, എന്ത് പറയും എന്ത് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ പരിപാടി ഇന്നത്തെ. ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് അടിച്ചു, ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ ലൈക്ക് അടിച്ചു, എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ശരിയെന്നാ, അത് തന്നെ, എനിക്ക് ലൈക്ക് കിട്ടിയത്. അപ്പോൾ ശരിയെന്നാ, കാണാം അടുത്ത വീഡിയോ. ഓയ്.